ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്നുണ്ട്. അതിന്റെ തുടർവാർത്തകൾ എങ്ങനെയാണ്, കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നൊക്കെ ശ്രദ്ധേയമാണ്. ന്യൂനപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്കെതിരെ അവിടെ അക്രമങ്ങൾ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പുതുവത്സര തലേന്ന് 40-കാരനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2 ആഴ്ചയോളമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണങ്ങളാണ് നടന്നു വരുന്നത്. അതിന് സമാനമായ സംഭവമാണ് പുതുവർഷ തലേന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 40-കാരനായ ഫാർമസി വ്യവസായിയായ ഗഗൻ ചന്ദ്ര എന്നയാളെയാണ് ആൾക്കൂട്ടം ആക്രമിച്ചിരിക്കുന്നത്. ഇയാളെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സമീപത്തുള്ള കുളത്തിലേക്ക് ചാടി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗഗൻ ചന്ദ്രയെ നിലവിലിപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഉണ്ടാകുന്ന 4ാമത്തെ അക്രമ സംഭവമാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സുരക്ഷാ ജീവനക്കാരനായ വിജേന്ദ്ര ബിശ്വാസിനെ സഹപ്രവർത്തകൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തന്നെ വെടിവെക്കുന്നു എന്ന് പറഞ്ഞ ശേഷമായിരുന്നു സഹപ്രവർത്തകൻ ഇയാൾക്ക് നേരെ നിറയൊഴിച്ചത്. സമാനമായി തന്നെ അമൃത് മണ്ഡൽ എന്നയാളും ദീപു ചന്ദ്രദാസ് എന്ന വ്യവസായിയും ആൾക്കൂട്ട ആക്രമണത്തിൽ അതിക്രൂരമായ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവങ്ങളിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു വിഭാഗത്തിന് നേരെ ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.